പ്രായമുള്ള പണക്കാരനായ എൽദോസ് 25 വയസ്സുള്ള സെലീന എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കാട്ടുപ്രദേശത്തുള്ള തന്റെ വലിയ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. രാത്രി ഭർത്താവ് അവളോട് ശാരീരികമായി അടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് താല്പര്യമില്ലാത്തതിനാൽ അയാളെ തള്ളിമാറ്റുന്നു. ഇതിൽ ദേഷ്യം വന്ന അയാൾ അവളെ ക്രൂരമായി അടിക്കുന്നു. അയാൾ ഒരു മുരടനായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും സെലീനയെ അയാൾ തല്ലുന്നു. ഒരു ദിവസം ഇരുവരും കാട്ടിലൂടെ നടക്കുമ്പോൾ എൽദോസ് സെലീനയെ ബലമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും അവൾ അയാളെ തള്ളിമാറ്റുകയും താഴെ വീണ് തല പാറയിലിടിച്ച് എൽദോസിന് പൂർണ്ണമായും തളരുന്നു. എൽദോസിന് അനങ്ങാനോ സംസാരിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാകുന്നു. കിടപ്പിലായ അയാളെ നോക്കാനായി ബെൽത്തസാർ എന്ന യുവാവ് ജോലിക്കെത്തുന്നു. അയാൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ളതിനാൽ തന്റെ കാമുകിയെ പാസ്പോർട്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാമുകി വീട്ടിൽ വന്നത് കണ്ട് സെലീനയ്ക്ക് അസൂയുണ്ടാകുന്നു. ഒരു രാത്രി അവൾ ബെൽത്തസാറിനെ തനിച്ച് വിളിച്ച് മദ്യപിക്കുകയും അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. എൽദോസിന്റെ സഹോദരൻ ജോൺ വന്ന് സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കുന്ന ഭയത്താൽ എൽദോസിനെ കൊലപ്പെടുത്താൻ സലീന ബെൽത്തസാറിനോട് ആവശ്യപ്പെടുന്നു. ബെൽത്തസാർ അയാളെ തലയണ വെച്ച് ശ്വാസം പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിൽ നിന്നും പിന്മാറുന്നു. എന്നാൽ പിന്നീട് എൽദോസിന് ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ സെലീന അയാളെ സഹായിക്കാതെ മരിക്കാൻ വിടുന്നു. എൽദോസിന് മരണത്തിൽ സംശയം തോന്നിയ ജോൺ പോലീസിന് പരാതി നൽകുകയും പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുവെങ്കിലും വേലക്കാരി ഉൾപ്പെടെ എല്ലാവരും അവർക്ക് അനുകൂലമായി മൊഴി നൽകിയതിനാൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പോലീസിനെ ഭയന്ന ബെൽത്തസാർ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കാനും വിദേശത്തേക്ക് കടക്കാനും ശ്രമിക്കുന്നു. എന്നാൽ ബെൽത്തസാർ എൽദോസിനെ തലയണ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ കാണിച്ച് സെലീൻ അവനെ ഭീഷണിപ്പെടുത്തുന്നു. ദേഷ്യം വന്ന ബെൽത്തസാർ സെലീനയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ താൻ അവന്റെ കുഞ്ഞിന്റെ ഗർഭം ധരിച്ചിരിക്കുകയാണെന്ന സത്യം അവൾ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതോടെ വേറെ വഴിയില്ലാതെ ബെൽത്തസാർ അവളുടെ കൂടെ തന്നെ ജീവിക്കുന്നു.